ഇതെല്ലാം എവിടുന്നാടാ? ഇത് മുഴുവൻ നമ്മുടേതാണ്. 60,000 രൂപ ഉണ്ട്. ഇനി ഇതുപോലൊരു 10 തവണ കൂടെ നമുക്ക് കിട്ടും. എന്റെ ഏറ്റവും വലിയ അവസരം. എടാ, അല്ല കള്ളനോട്ടോ മറ്റോ ആണോടാ ഇത്? കള്ളനോട്ടുകളോ? ഒന്നാം തരം ബാങ്ക് നോട്ടുകളാ. അന്ന് അപ്പനും സേവറിയേറ്റനും കൂടി സ്വർണ്ണക്കട്ടി കിട്ടിയ കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ? ആ, നിങ്ങൾ കുഴിച്ചിട്ട് നിർത്തുന്ന ആരാന്റെ അടുത്തോണ്ട് പോയില്ലേ? അപ്പോ അത് ഞങ്ങളാ എടുത്തത്. അതുകൊണ്ട് നരയത്തിൽ പോണെങ്കിൽ അങ്ങ് പോട്ടേന്ന് വിചാരിച്ചു. അല്ല, എന്താ ഇളയവിടെ മുഖഭാവം മാറുന്നത്? എന്റെ മാതാവേ, ആ സേവ്യറിയേട്ടനോ പ്രസ്തീനെ ഇതറിഞ്ഞ എടാ കുറ്റം കെട്ടവനെ, എന്തു പണിയാ നിങ്ങൾ ഇട്ടത് കാണിച്ചത്? ഒച്ച വെക്കരുത്. ഇതേ ഇരുചവി അറിഞ്ഞാലുണ്ടല്ലോ ജയിലിൽ കയറുന്നത് നമ്മൾ എല്ലാവരും കൂടിയാ. എന്നാലേ ഇതിന് സ്ത്രീധനത്തിനുള്ള തുക കയ്യോടെ സേവ്യറിയേട്ടന്റെ കൈ കൊണ്ടു കൊടുത്തേര്. അതാ അവൾക്ക് നിർബന്ധം. പണമൊന്നുമില്ലെന്ന് പറഞ്ഞ് ഓടി നടക്കണം നമ്മള്. പെട്ടെന്ന് പണക്കുഴപ്പ് കാണിക്കാമോ? സേവറിയോട്ടിനും കെട്ടിയോൾക്കും എന്തു തോന്നും? അല്ല, പിന്നെ ഇടയമൊന്ന് ആലോചിച്ച് നോക്ക്. 10,000 15,000 സ്ത്രീധനം കൊടുത്ത് നല്ലൊരിടത്ത് നമ്മുടെ പെണ്ണിനെ പറഞ്ഞയക്കുന്നതിന് ഇളയമ എതിര് നിൽക്കരുത്. എന്റെ കർത്താവേ, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത്. എടാ മരിയാനെ, നടുവെട്ടലിനും പനിക്കും എല്ലാം കുറവുണ്ടോ? ശേഖരേ, 2 ദിവസം കഴിഞ്ഞ് പണിക്ക് വരുമെന്നല്ലേ ഞാൻ വിചാരിച്ചത്. നീ കഷായം വല്ലതും കഴിക്കുന്നുണ്ടോ? ഓ, എന്തോ കഷായം? കുഴമ്പ് വരട്ടെ, ചൂട് പിടിക്കുന്നുണ്ട്. കുറവില്ലെന്ന് പറയാനും വയ്യ. പിന്നെ ബീഡി കഴിഞ്ഞു. നീ ആ കസേരയിലോട്ടൊന്നിരി. മോഹം കണ്ടു വർത്താനം പറയാമല്ലോ. ആ കസേര ഇങ്ങനെ. ആ ബാസിനോടുണ്ടായിരുന്നോ? ഓ, കപ്പയും മീനും അങ്ങനെ കാത്തിരിക്കുന്നെന്ന് ഇളയവ പറഞ്ഞു. എന്നാലും അത് നഷ്ടപ്പെടുത്തരുതല്ലോ എന്ന് കരുതി അതിനോട് നീതി കാണിക്കുകയായിരുന്നു. സേവ്യറിയേട്ടൻ ഒരു പാത്രം ചായ കുടിച്ചാൽ. എന്റെ ആനി, നടുവെട്ടൽ സാരമില്ലെന്നല്ലേ ഞാൻ വിചാരിച്ചത്. 4 ആയി, ഇങ്ങോട്ടൊന്നും വരാനും പറ്റിയില്ല. ആകെപ്പാടാ സുഖമാ സേവ്യറിയേട്ടാ. ഞങ്ങൾ ഇവിടുന്ന് പോവുക. എങ്ങോട്ട്? അപ്പനാണേല് തീരെ വയ്യ. കടലിൽ പോകരുതെന്നാ വൈദ്യര് പറയുന്നത്. ഈ കുടുംബം എങ്ങനെയെങ്കിലും ഒന്ന് നീക്കണമല്ലോ. പണ്ട് ഞാൻ ജോലി നോക്കിയിരുന്ന കമ്പനിയുടെ മാനേജിംഗ് പ്രൊപ്പറേറ്റർക്ക് എറണാകുളത്ത് കലൂര് ഒരു കെട്ടിടമുണ്ട്. അവിടെ വാടക കൂടാതെ ജീവിക്കാം. പിന്നെ കപ്പലിൽ നിന്ന് ചരക്കിറക്കുന്ന ഒട്ടത്തില് ഒരു ജോലിയും തരാമെന്ന് പറഞ്ഞിരിക്കുകയാ. കടലിൽ പണിയെന്ന് പറയുന്നത് അപകടവും ദുരിതവും ഉള്ളതാ. അതിൽ നിന്ന് ഒരു നാഴിക നേരത്തെ മാറാമെങ്കിൽ അതാ ബുദ്ധി. നിങ്ങൾക്കൊരു നല്ല കാലം വരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ ലോറൻസും സ്റ്റെല്ലായും തമ്മിലുള്ള കല്യാണ കാര്യത്തെ പറ്റി എന്ത് പറയുന്നു? നമ്മൾ എത്ര ശ്രമിച്ചാലും മിന്നി യോഗം എന്നൊന്ന് പറഞ്ഞുണ്ട് ശേഖരെ. അത് വന്നു ചേരാത്തതുകൊണ്ടായിരിക്കും നടക്കാത്തത്. ഓ, കുറച്ച് പണത്തിന് വേണ്ടി എവിടെല്ലാം ഓടി. പണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ആരും വിഷമിക്കണ്ട. കല്യാണ ചെലവിനുള്ള പണം എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ അല്പം നിങ്ങൾക്കും തരാം. അത് മനസ്സിന് പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് സേവറിയേട്ടാ. ഒരു വക വെറുംകെട്ടിന്റെ മട്ടുണ്ടല്ലോ. പാവങ്ങളാണേലും ഞങ്ങൾക്കുമുണ്ട് അഭിമാനം. കൂടുതലില്ലേലും ഉള്ളത് അവിടെ കൊണ്ടുവന്ന് റെഡിക്ക് തരണമെന്ന വിചാരം. മരിയാനെ, ഈ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടല്ലോ. ആ, എന്റെ ചെവി പൊട്ടിയതാണ്. ആകെ ഒരു പെണ്ണേ ഉള്ളൂ. അതിനെ കുറിച്ച് മാനവും മര്യാദയായിട്ടൊക്കെ ഇറക്കി വിടണമെന്ന ആശ. ആരുടെയും ദാനവും ധർമ്മവും ഓശാരവും ഒന്നും വാങ്ങിക്കാതെ. കേട്ടോ സേവ്യരെ, ഈ വെറും കെട്ടിന്റെ കാര്യം മാത്രം എന്നോട് പറയരുത്. വലിയ സങ്കടം. ഇതിലൊരല്പം വാശി ഞങ്ങൾക്കുമുണ്ടെന്ന് കരുതണം. മാനാപമാനങ്ങളുടെ കാര്യമാണ്. ദയവ് ചെയ്ത് സേവ്യരേട്ടൻ ഞങ്ങളെ വിഷമിപ്പിക്കരുത്. ശരി, ഓർക്കാൻ കുടിച്ചത് മരിക്കാനാകരുതല്ലോ. ആ മരിയാനെ, നടുവെത്തല് താനേ മാറും എന്ന് വാശിയും പിടിച്ചിരിക്കരുത്. കഷായമൊക്കെ കഴിച്ചോളണം. നടക്കണ്ടേടാ. സായിപ്പൊന്ന് സമാധാനിക്കേ. സായിപ്പ് ഒരു വില പറഞ്ഞു, ഞാൻ അങ്ങോട്ടൊരു വില പറഞ്ഞു. 50,000 രൂപയുടെ വ്യത്യാസമല്ലേ ഉള്ളൂ. ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എന്നാ നാളത്തെ
പറഞ്ഞ് രജിസ്ട്രേഷൻ നടക്കട്ടെ. ഈ ഫർണിച്ചർ എല്ലാം നിങ്ങൾ എടുക്കണം മിസ്റ്റർ. ഗുഡ് ഫെലോ. ഹലോ മിസ്റ്റർ ലോറൻസ്, നമ്മുടെ കമ്മിറ്റി ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് മിസ്റ്റർ ഖാന്റെയും മിസ്റ്റർ മണവാളന്റെയും ഒരു ചെറിയ ഐറ്റം നടക്കട്ടെ. എന്തോന്നാ? ഡള്ളപ്പ് മനുഷ്യൻ. ഡള്ളപ്പ് മനുഷ്യൻ. ഡള്ളപ്പ് മനുഷ്യൻ. ഡള്ളപ്പ് നടക്കട്ടെ. ഓക്കേ. പമ്പ്. കാറ്റ് പോയടാ. അടിയടാ. പെടലിക്ക് കേട്. മൈ ഗോഡ്. ഓ, കാറ്റ് ഒട്ടിക്കാൻ പോവാണ്. ഒട്ടികളാ പെടലിക്ക്. എന്താ കാറ്റ് പറന്നു വിടാൻ പോവാണോ? കാത്തിരിക്കുന്നു. ഓഹോ. അപ്പൊ നമുക്ക് ഈ നാടകത്തെ പറ്റി സംസാരിക്കാം. ഓക്കേ. ഇങ്ങോട്ട് ശ്രദ്ധിച്ചാട്ടെ. ഈ വർഷം ആഞ്ചലിക്ക നാടകമാണ് നമ്മൾ നടത്താൻ തീരുമാനിക്കുന്നതെങ്കിൽ അതിൽ സുന്ദരിയായ ആഞ്ചലിക്കയെ അഭിനയിക്കാൻ സ്റ്റെല്ല അല്ലാതെ മറ്റാരുമില്ല. നാടകത്തിൽ അഭിനയിക്കാൻ സ്റ്റെല്ല അയക്കും. അപ്പനോടും അമ്മയോടും അനുവാദം വാങ്ങാൻ പോയിരിക്കുക സ്റ്റെല്ല. അവിടെ ഒരു ബ്രദർ ഉണ്ടല്ലോ, ഒരു ഫൂൾ ബാസ്റ്റ്യൻ. ബാസ്റ്റ്യൻ അവന് നമ്മളെയൊക്കെ പുച്ഛം. നമുക്ക് ആ ബാസ്റ്റിനെ ഒന്ന് ഡള്ളപ്പ് ചെയ്ത് കളയാലോ. അങ്ങോട്ടൊന്ന് എഴുന്നേക്കാനേ. മരിയാൻ ചേട്ടന് വാനിയൊക്കെ ലോറിയെ സാമാനങ്ങളൊക്കെ കയറ്റുന്നു. അവര് പോകാൻ തുടങ്ങുകയെന്ന്. കുയിക്കോട്ടെന്നോ? ഇതെന്തിനു വർത്തമാനായി പറയുന്നേ? അങ്ങോട്ടൊന്ന് എഴുന്നേറ്റേ. അയ്യോ, ഒന്ന് വേഗം ആട്ടെ. ഇതോടെ എടുത്ത് നോക്കിയേ. അപ്പൊ ഒന്ന് വേഗം ആട്ടെ. ഞാൻ സ്റ്റെല്ലെ വിളിച്ചിട്ട് വരാം. പണ്ട് പണ്ട് എന്നാ രാജാവ്? ഓ, വളരെ പ്രസിദ്ധനാണ് അദ്ദേഹം. എന്നാ രാജാവ്. അതെ, അദ്ദേഹത്തിന് അതിസുന്ദരിയായ ഒരു പുത്രി ജനിച്ചു. ജനിച്ചു. ആ പുത്രിക്ക്, ആ രാജകുമാരിക്ക് ആഞ്ചലിക്ക എന്ന നാമകരണം ചെയ്തു. ആ രാജകുമാരിയുടെ ജാതകം നോക്കിയ കണിയാരെ ആഞ്ചലിക്കയുടെ പേരിൽ അതിഭയങ്കരമായ ഒരു അഴിമതി ആരോപണം കൊണ്ടുവന്നു. അഴിമതി ആരോണോ? എന്താ ട്രാൻസ്പോർട്ടോ പറ്റുമോ? അല്ല, ആരോഗ്യം അല്ല, പിന്നെ അവിഹിതവേഴ്ച. ഓ, സീരിയസ്. ഹീനജാതിക്കാരനായ ഒരു രാജകുമാരനുമായിട്ട് രാജകുമാരി പ്രേമിച്ച് കല്യാണം കഴിക്കുമെന്ന്. അവിഹിതവേഴ്ച. കോപാക്രാന്തനും ഭീഷണനുമായ മഹാരാജാവ് ചക്രവർത്തി ഭൂമിക്കരിയിൽ ഒരു കൊട്ടാരം വെച്ച് ആഞ്ചലിക്കൽ അത് താമസിപ്പിച്ചു. ആഞ്ചലിക്ക വളരുകയാണ്. അതാവരുന്നു രാജകുമാരൻ. ആഞ്ചലിക്ക സ്വപ്നം കാണിക്കുകയാണ്. അതാവരുന്നു രാജകുമാരൻ. അവരുടെ കൺമുനകൾ തമ്മിൽ ഇടഞ്ഞു. മിസ്റ്റർ ലോറൻ, നമുക്കിവിടെ നമ്മുടെ ആ പാട്ട് ഫിറ്റ് ചെയ്യാം. ഏത് പാട്ടാ? യവന സുന്ദരി. പാടാതെടാ, അൻസഹിക്കും. യവന സുന്ദരി എന്താ ബോസ്? നീ ഒന്ന് വേഗം വീട്ടിലേക്ക് വരൂ. എന്തിനാ? അതെല്ലാം വീട്ടിൽ വന്നിട്ട് പറയാം. നീ വരൂ.